കോടി മനുഷ്യർ എങ്ങനെ ജീവിക്കണം, എന്തനുഭവിക്കണം, എന്ത് തൊടാൻ പാടില്ല, എന്ത് കുടിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിൽ നിന്നുള്ള സന്മാർഗം വരും. ഫമൻ തബിയ ഹുദാ, എന്റെ സന്മാർഗം ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കാനില്ല, അവർക്ക് ദുഃഖിക്കാനില്ല, അവർക്ക് വിഷമിക്കേണ്ട ഒരു ഘട്ടവും വരില്ല. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗം ബാധിച്ചു. 18 കൊല്ലക്കാലത്തോളം രോഗത്തിൻ്റെതായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം സമാധാനം കിട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിഹാരം കിട്ടാൻ മഖാമുകൾ തേടി പോയില്ല, ദർഗകൾ അലഞ്ഞ് നടന്നില്ല, ചരട് വാങ്ങാൻ പോയില്ല, ഏലസ് കെട്ടാൻ പോയില്ല, തുപ്പിയ വെള്ളത്തിന് പോയില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശം പാലിക്കാൻ പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ. അന്നീ പടച്ചോനെ, നീയല്ലാതെ എന്റെ പ്രയാസം മാറ്റി തരുന്നവൻ ആരുമില്ല, ഞാൻ ദുരിതത്തിലാണ്, നീ അർഹമുർ റഹീമീനാണ് റബ്ബേ. അയ്യൂബ് നബി എന്ന പ്രവാചകന്റെ ചരിത്രം പഠിപ്പിച്ചു. മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കുടുങ്ങി ജീവിതത്തിൽ നമ്മൾക്ക് ചില ദുരിതങ്ങളിലൊക്കെ നമ്മളും പെടും. തുറക്കാത്ത പ്രതിസന്ധികളുടെ ഉള്ളിൽ നമ്മളൊക്കെ പെട്ടുപോയേക്കാം. അയാൾ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് കാണാൻ സാധിക്കുന്നത് മത്സ്യത്തിന്റെ വായ്ക്കകത്ത്, സമുദ്രത്തിന്റെ അകത്ത് ഇരുട്ടുള്ള രാത്രിയിൽ കുടുങ്ങിപ്പോയപ്പോ യൂനുസ് നബി അലൈഹിസ്സലാം ഇലാ ഹദറത്തി വിളിച്ചില്ല, ഇന്നയാളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഒറ്റ പ്രയോഗമാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മൾ ബുദ്ധിമുട്ടിലാണോ? നമ്മൾ എന്തെങ്കിലും കുടുസായി കടന്ന് തുറക്കാത്ത വാതിൽ തുറക്കാൻ പ്രതീക്ഷിക്കാണോ? ഈ പ്രാർത്ഥന ദുആഉൽ ഖർബ്, പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥന എന്ന ഹദീസിൽ കൊടുത്തത് ആരോടാ? പടച്ചോനോട് ഇങ്ങനെ സമാധാനത്തോടെ അല്ലാഹുവിൽ നിന്ന് തവക്കുൽ ചെയ്ത് പ്രതീക്ഷിച്ചിരിക്കുക. മക്കളില്ലാതെ വിഷമിച്ചവർ എവിടെയെങ്കിലും ഊഞ്ഞാല് കെട്ടാൻ, എവിടെയെങ്കിലും തൊട്ടിൽ കെട്ടാൻ പോയില്ല. ദിവ്യഗർഭമുണ്ടാകുമെന്ന് പറ്റിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗർഭസ്ഥ ശിശു, ഒരു കുഞ്ഞിക്കാല് കാണാൻ എന്തെല്ലാമാണ് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സയ്യിദ് മദീനയുടെ ഉള്ളാൾ ദർഗ മുതൽ തിരുവനന്തപുരത്തെ ഭീമാപള്ളി വരെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പോകുന്ന എത്ര മഖാമുകളുണ്ട് സുഹൃത്തുക്കളെ. ഒന്ന് ആലോചിക്കണം. അവിടെ ചെന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഇടയിൽ ആരും നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് പോകേണ്ടതില്ല. നമ്മൾ ഒരുമിച്ച് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ്, നന്ദി സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് നമസ്കരിച്ചാണ് പിരിയുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു വന്നത്, മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം, അവന് സമാധാനത്തിനുള്ള വഴി പഠിപ്പിച്ചു തന്നിരിക്കുന്നത് സ്രഷ്ടാവാണ്, പടച്ചോനാണ്. ആ വഴിയിലേക്കാണ് അമ്പിയാക്കന്മാര് ചെന്നത്. അവരുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ ചെന്ന് അഭയം പ്രാപിക്കുന്നത് പടച്ചവനിലേക്കാണ്. അതേപോലെ തന്നെ അമ്പിയാക്കന്മാരിൽ പ്രമുഖനായ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ 130-ലധികം സ്ഥലത്ത് പേര് പറഞ്ഞ പ്രവാചകൻ കലീമുല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനിന്റെ കൊട്ടാരത്തുനിന്ന് പുറത്തു കിടക്കേണ്ടി വന്നു. മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിപ്പെട്ടു. ഭാര്യയില്ല, കുടുംബമില്ല, വീടില്ല, ജോലിയില്ല, താമസിക്കാൻ ഒരു സ്ഥലമില്ല, ഒന്നുമില്ലാതെ മദിയനിൽ പെട്ടുകിടക്കാണ്. രക്ഷയ്ക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ, എന്നിലേക്ക് എന്ത് തന്നാലും ഞാൻ ഫഖീറാണ്, ഞാൻ ആവശ്യക്കാരനാണ്. എനിക്ക് എന്ത് അവതരിപ്പിച്ച്, എനിക്ക് എന്ത് ഇറക്കി തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാണ്. അവിടെ നിന്നാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഷുഐബ് നബി അലൈഹിസ്സലാം സ്വീകരിച്ചത്, വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്, ജോലി കൊടുത്തത്, എല്ലാത്തിനും പരിഹാരം പടച്ച റബ്ബ് തരാണ്. സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു നൽകുന്ന സന്മാർഗം നമ്മൾ സ്വീകരിക്കലാണ് ജീവിതത്തിന്റെ പരിഹാരമെന്ന. അതിൽ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെ പറ്റി എന്താ പറഞ്ഞത്? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം സന്മാർഗമാണ്. ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ.
ശരിയും തെറ്റും സത്യവും അസത്യവും വേർതിരിക്കുന്ന ജനങ്ങൾക്കെല്ലാവർക്കുമുള്ള സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. സകല മനുഷ്യരോടും സത്യം പറയുന്ന, അസത്യത്തെ വേർതിരിച്ചു കാണിക്കുന്ന, യുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, മനുഷ്യന് ഗുണകരമായതൊക്കെ ഹലാലാക്കിയിട്ടുണ്ട് ഇസ്ലാം. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാം മ്ലേച്ഛമായ മോശമായതിനെ എല്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ജനങ്ങൾക്ക് സന്മാർഗമാണെന്ന് മാത്രമല്ല, ഒരിക്കലും തെറ്റിലേക്ക് നയിക്കൂല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് ഈ ഗ്രന്ഥം മനുഷ്യനെ നടത്തുമെന്നത് തീർച്ചയാണ്, ഉറപ്പുള്ള ഗ്രന്ഥമാണ്. കാരണം എന്താ? തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല. മനുഷ്യന്മാരുണ്ടാക്കിയാൽ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, അബദ്ധങ്ങൾ ഉണ്ടാകും, തിരുത്തലുകൾ ഉണ്ടാകും. ഒരു കാലം കഴിഞ്ഞ് അടുത്ത കാലത്തേക്ക് പറ്റൂല. കഴിഞ്ഞ 40 കൊല്ലം ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഇപ്പൊ പറ്റണില്ല. കഴിഞ്ഞ 10-20 കൊല്ലം ഉപയോഗിച്ച സോഫ്റ്റ്വെയർ മാറിക്കൊണ്ടിരിക്കുക, ആപ്പുകൾ മാറിക്കൊണ്ടിരിക്കുക, സിസ്റ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കിതാബ് 1400 കൊല്ലം കഴിഞ്ഞിട്ടും മാറ്റേണ്ടി വന്നിട്ടില്ല, തിരുത്തേണ്ടി വന്നിട്ടില്ല. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. മനുഷ്യന് വേണ്ടി അല്ലാഹു തആല തെളിയിച്ചു തന്ന ഈ സന്മാർഗം നമ്മൾ സ്വീകരിച്ച നിർഭയരായി മാറാം. അതിന് ഏറ്റവും പ്രധാനമായി അല്ലാഹുവിന്റെ കലാമിൽ ഉപയോഗിച്ചത് തൗഹീദ് പറയാനാണ്. മനുഷ്യൻ സുരക്ഷിതരാവണം, സന്തോഷത്തോടെ കഴിയണം, ആടി ഉലയാൻ പാടില്ലാത്ത രൂപത്തിൽ നിർഭയത്വം അവന് നേടിയെടുക്കാൻ കഴിയാൻ അള്ളാഹുവിന്റെ ഖുർആൻ അവരെ പഠിപ്പിക്കുന്നത് ശിർക്ക് ചെയ്യാത്ത ജീവിതം വേണം. സൃഷ്ടികളെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം അയാൾ അനുഭവിക്കണം. അയാൾ സൃഷ്ടികൾ മഖ്ലൂക്കിങ്ങളെ പേടിച്ച് ജീവിക്കണ്ട. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് അയാൾ കടന്നു വരണം. മാനസികമായി അയാൾ സമാധാനം, എനിക്ക് എന്റെ റബ്ബ് തന്നതാണ്, ഇതെനിക്ക് റബ്ബിൽ നിന്നുണ്ടായതാണ്, എന്റെ എല്ലാ കാര്യങ്ങളും പടച്ചോന്റെ തീരുമാനപ്രകാരമാണ്. സ്വന്തം കുഞ്ഞ് മരിച്ചാൽ പോലും അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത്രമാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തെ പഠിപ്പിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവൻ മോചിതനാവാൻ ഇസ്ലാം പറയുന്നത് ഈ നിർഭയത്വത്തിന്റെ വഴിയിലേക്ക്, തൗഹീദിലേക്ക് വരണം. അന്ധവിശ്വാസങ്ങളുടെ പാറാപ്പുകളുമായി ചുമന്ന് ജീവിക്കുന്നവന് എന്നും അസ്വസ്ഥതകളാണ്. അവന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. അവന്റെ ആശയെയും കീശയെയും പൗരോഹിത്യം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലും അന്ധവിശ്വാസങ്ങൾ വ്യാപകമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്, അവർക്ക് സമാധാനമുണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ്. ഇതാണ് പരിഹാരമെന്ന് അവരെ കൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ അവരെ നശിപ്പിക്കുകയാണ്. മാത്രമല്ല, തൗഹീദ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അയാളിൽ ആത്മവിശ്വാസം കൂടുകയാണ്, കരുത്ത് അധികരിക്കുകയാണ്. ഏത് തീച്ചൂളയിൽ കൊണ്ടുപോയിട്ടാലും എന്നെ പടച്ച റബ്ബ് കാക്കുമെന്ന വിശ്വാസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചില്ലേ? ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്ന 309 കൊല്ലക്കാലം കിടന്ന അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയാണ്. അവിടുന്ന് അവര് പറയാണ്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ഔലിയാക്കന്മാരാ ഇവർ ആരോടാ പ്രാർത്ഥിക്കുന്നത്? വേറെ ഔലിയാക്കന്മാരോടാണോ? വേറെ മഹാന്മാരോടാണോ? വേറെ നബിമാരോടാണോ? 309 കൊല്ലക്കാലം ഉറക്കിയ അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥന, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ആത്മവിശ്വാസം അധികരിക്കുകയാണ്. പരലോകത്ത് അവർ സ്വർഗാവകാശികളായി മാറുകയാണ്. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിപ്പെട്ടാൽ, ശിർക്ക് ചെയ്യാത്തവനായാൽ അവന് സ്വർഗം നേടാനുള്ള വഴിയുണ്ട്. നേരെ മറിച്ചാണെങ്കിൽ പരലോകത്ത് വമ്പിച്ച പരാജയത്തിലാണ്. എന്നെന്നും നരകാവകാശിയായി മാറുന്നതിനെ പേടിക്കേണ്ടതുണ്ട്. ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ മനുഷ്യന് തൗഹീദുള്ളവന് പറ്റും. ഞാൻ എന്തിനു ജീവിക്കണം?
ഞാൻ എന്തിന് സ്വതക്ക കൊടുക്കണം? ഞാൻ എന്തിന് നിസ്കരിക്കണം? ഞാൻ എന്തിന് ഉമ്മാനും വാപ്പാനും സംരക്ഷിക്കണം? ഞാൻ എന്തിന് ശരിയായി മാന്യമായി ഔറത്ത് മറക്കണം? ഞാൻ എന്തുകൊണ്ട് വിവാഹത്തിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിക്കണം? ഞാൻ എന്തുകൊണ്ട് ലഹരി ഒഴിവാക്കണം? ഞാൻ എന്തിന് അയൽവാസികളെ സ്നേഹിക്കണം? അവൻക്കൊരു ലക്ഷ്യമുണ്ട്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. വരാനിരിക്കുന്ന വിശാലമായ ഒരു ലോകമുണ്ടെന്ന ലക്ഷ്യം അവന് വരികയാണ്. തൗഹീദ് വരുന്നതോടെ സാഹോദര്യവും സമത്വവും ഉണ്ടാക്കുകയാണ്. ഏത് മതക്കാരൻ വന്നാലും, ഏത് രാഷ്ട്രീയക്കാരനും, ഏത് നാട്ടുകാരനും, ആര് വന്നാലും ആ മനുഷ്യന് മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ഒരു അറിവും തിരിച്ചറിവുണ്ട്. അവരോട് പറ്റുന്നതും പറ്റാത്തതും, യോജിക്കേണ്ടതും വിയോജിക്കേണ്ടതും അയാൾക്ക് മനസ്സിലാക്കി മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കാൻ അയാൾക്ക് പറ്റുന്നു. പാപമോചനത്തിനുള്ള വഴിയാണ് തൗഹീദ് എന്നത്. മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മാർഗമാണ്. അതോടൊപ്പം തന്നെ നന്നായി മരണഭയമുണ്ടാകുമ്പോഴും ആ ഭയത്തെ അതിജീവിക്കാൻ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് സ്ഥൈര്യം കൊടുക്കുകയാണ്. ഭൗതികമായ ദുനിയാവിന്റെ എന്തെങ്കിലും വിഭവങ്ങളിൽ അവന് ഒരിക്കലും തൗഹീദ് ഉണ്ടെങ്കിൽ ആർത്ത് നിൽക്കൂല, അവന് സ്വാർത്ഥത അധികരിക്കൂല, അവന് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാത്ത അവസരം ഉണ്ടാകില്ല. ഞാനൊക്കെ ഇവിടുന്ന് പോകാനുള്ളവനാണെന്ന ബോധം ഉണ്ടാകും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് ഈ തൗഹീദിനെ നിർവചിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് മാറിയാൽ പിന്നെ നിങ്ങൾ പോകുന്നത് കപട ആത്മീയതകളിലേക്കാണ്. ഇത് സൂക്ഷിക്കണം. എന്താ? സമാധാനം കിട്ടാനുള്ള വഴി ദിക്ർ ഹൽക്ക, സമാധാനം കിട്ടാനുള്ള വഴി കുത്തറാത്തീബ്, സമാധാനം കിട്ടാൻ, നിർഭയത്വം കിട്ടാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്ന കുത്തറാത്തീബ്, കുത്തുബിയത്ത് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. ഒന്ന് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗമാണ് കുത്തുബിയത്ത് പഠിപ്പിക്കുന്നത്. മുഹിയുദ്ദീൻ മാല എന്ന ഗ്രന്ഥത്തിന്റെ പഴക്കം 400 കൊല്ലമാണ്. ഇമാം ഷാഫി തങ്ങൾക്ക് അറിയൂല, ഇമാം ഹനഫി തങ്ങൾ കണ്ടിട്ടില്ല, ഇമാം മാലിക്കി തങ്ങൾക്ക് പരിചയമില്ല, ഹംബലി ഇമാം കേട്ടിട്ട് പോലുമില്ല, ഇമാം ബുഖാരി അറിയില്ല, ഇമാം മുസ്ലിം അറിയില്ല, ഇബ്നു മാജ അറിയില്ല, ഒരൊറ്റ പണ്ഡിതൻ അറിയില്ല. പഴക്കമുള്ള മുഹിയുദ്ദീൻ മാല ചൊല്ലിയാൽ എന്താ പ്രശ്നം? ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഒരുപാട് കള്ളക്കഥകൾ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ അവിടെ പഠിപ്പിക്കും. കൊട്ട തട്ടിയ സംഭവങ്ങൾ വരെ അതിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത, ഒരു മനുഷ്യൻ എന്ന നിലക്ക് പറയാൻ പറ്റാത്തത് 40 വട്ടം ജനാബത്തുണ്ടായ കഥകൾ വരെ എഴുതി വെച്ചത് ആ മുഹിയുദ്ദീൻ മാലയിലാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നുണ്ട്, ഗൗസുൽ അഅ്ലമേന്ന് അല്ലാഹ് വിളിച്ചോവർ. മുഹിയുദ്ദീൻ ഷേഖിനെ ഗൗസുൽ അഅ്ലമേന്ന് അല്ലാഹ് വിളിച്ചിട്ടുണ്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എവിടെയാണ് തെളിവ് രേഖ? എവിടെ? വായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എപ്പോ? നബി തങ്ങൾ വഫാത്തായിട്ട് 600-700 കൊല്ലം കഴിഞ്ഞ് ജനിക്കുന്ന ഒരു മനുഷ്യന്റെ വായിലേക്ക് എങ്ങനെയാണ് തുപ്പിക്കൊടുത്തത്? ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് പൈസ കൊടുത്ത്, ഇതിനു വേണ്ടി ഭക്ഷണം കൊടുത്ത്, ഇതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന മനുഷ്യർ അറിയുന്നില്ല ഞാൻ ഈ ചെയ്യുന്നത് എന്താ. കുത്തുബിയത്തിലേക്ക് കടന്നു നോക്ക് നിങ്ങൾ. 300 കൊല്ലം പഴക്കമുള്ളൂ. ഇത് പുത്തനായ ആശയമാണ്, ഇത് പിഴച്ച വാദമാണ്, ഇത് മനുഷ്യന് സമാധാനം ഉണ്ടാക്കുമെന്ന് കപട ആത്മീയതകൾ പ്രചരിപ്പിക്കുന്നതാണ്. എന്താ പഠിപ്പിക്കുന്നത്? അത് മൊഴിയൊന്നും ചൊല്ലാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കോമേ. മുഹിയുദ്ദീൻ മാല തെറ്റുകൂടാതെ ചൊല്ലിയ സ്വർഗത്തിൽ മാളിക കിട്ടും. പിന്നെ ആരെ ചൊല്ലാതിരിക്കുക? ഖുർആൻ ഓതിയാ കിട്ടാത്ത പ്രതിഫലമാണ് മുഹിയുദ്ദീൻ മാലക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഓതിയ സ്വർഗത്തിൽ മാളികയാണ് തെറ്റുകൂടാതെ. സാധാരണ അള്ളാനെ വിളിച്ചാൽ എപ്പോഴാ ഉത്തരം കിട്ടുക? അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ഉത്തരം കൊടുക്കും. അള്ളാഹ് എന്താ പറഞ്ഞത്? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകും. അത്രയുള്ളൂ. മുഹിയുദ്ദീൻ മാല പറഞ്ഞതോ, വല്ലേ നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടും. അപ്പോൾ ജനങ്ങൾ എവിടേക്കാണ് പോണത്? അപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? സൃഷ്ടികൾ സൃഷ്ടിയിലേക്ക് പോവുകയാണ്, സൃഷ്ടികൾ സൃഷ്ടാവിലേക്ക് പോകലാണ് തൗഹീദ് എന്ന് പഠിപ്പിക്കുന്നത്. കുത്തുബിയത്ത് ചെല്ലാൻ വേണ്ടി ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നു. 12 റക്അത്ത് ഓതുണ്ടാക്കി നിസ്കരിച്ചതിന്റെ ശേഷമാണ് കുത്തുബിയത്ത് ആരംഭിക്കുക.
ഖുർആൻ ഓതാനോ ഓതുണ്ടാക്കി നല്ല വൃത്തിയിൽ പോയി ഇരുന്ന ഓതാൻ പറ്റും. കുത്തുബിയത്ത് അങ്ങനെ പറ്റൂല. വുളു ഉണ്ടാക്കി 12 റക്അത്ത് നമസ്കരിച്ചിട്ട് ആരാണ് ആ നിസ്കാരം പഠിപ്പിച്ചത്? അത് ചൊല്ലിയിട്ട് അവിടെ നിന്ന് ഓത്ത് തുടങ്ങി അതിങ്ങനെ പലതും പാടി 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 അവസാനം അതിന്റെ മൂർധാവിലേക്ക് എത്തുമ്പോ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കും. അതെന്തിനാ? ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലണം. എല്ലാവരും കൂടി ഇരുന്നോളും, കുഴപ്പമില്ല, ലൈറ്റ് ഓഫ് ആക്കിയാ മതി. അപ്പൊ നമ്മളൊക്കെ ഒറ്റക്കാണത്രേ. എന്താ ചൊല്ലേണ്ടത്? യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറൂ ഹാദിറൂ ഇമ്മജ്ലിസിൽ ഹാദിറൂ. ഇതൊക്കെ ആത്മാർത്ഥായി സ്നേഹത്തോടെ ചൊല്ലി എത്ര മനുഷ്യന്മാരുണ്ട് ഈ സദസ്സിലില്ലേ, ഈ അങ്ങാടിയിലില്ലേ? എന്താണ് വിളിക്കുന്നത്? 1000 തവണ ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ വിളിച്ചാൽ നിർഭയത്വം കിട്ടും, സമാധാനം കിട്ടുമെന്ന വിശ്വാസമാണ് അവരെ, അല്ല അന്ധവിശ്വാസമാണ് അവരെ പഠിപ്പിക്കുന്നത്. റിഫായി ഷെയ്ഖിനെ വിളിക്കാൻ ലൈറ്റ് ഓഫ് ആക്കിയാ പോരാ. റിഫായി ഷെയ്ഖിനെ വിളിക്കാൻ സ്റ്റേജ് കെട്ടി ലൈറ്റ് ഓൺ ആക്കിയിട്ട് കത്തിയെടുത്തിട്ട് ശരീരത്തിൽ വരക്കണം. റാത്തീബ് നടത്തണം. റിഫായി റാത്തീബ് എന്നാണ് അതിന്റെ പേര്. കത്തിയെടുത്ത് ശരീരത്തിൽ വരയുകയാണ്. ആരെ വിളിക്കുന്നത്? അല്ലാഹ്നാണോ റബ്ബേനാണോ? അല്ല, യാ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി. കുത്തറാത്തീബ് നടത്തുന്ന വിശ്വാസം എന്താ? റിഫായി ഷെയ്ഖ് വന്ന് എല്ലാം മാറ്റിത്തരും. ഇങ്ങനെ കേരളത്തിന്റെ കപടാത്മീയതയുടെ പലതും നിങ്ങളൊന്ന് വായിച്ചു നോക്കി. മിലാദ് നബി ദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ എത്ര കൊല്ലം കേരളത്തിൽ അതിന് പഴക്കമുണ്ട്? ലോകത്ത് തന്നെ 700 കൊല്ലമാണ് അതിന്റെ പഴക്കം. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പൊ 700 കൊല്ലം ഹദ്ദാദ് റാത്തീബ് ഉണ്ടായിട്ട് 600-ലേറെ കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പ് അങ്ങനെ ഒരു കിതാബില്ല. ഈ മുഹിയുദ്ദീൻ മാലന്റെ പഴക്കം ഞാൻ പറഞ്ഞു, ഹദ്ദാദിന്റെ പഴക്കം പറഞ്ഞു. അതൊക്കെ ഏതെടുത്താലും 1400 കൊല്ലം മുമ്പ് മനുഷ്യർക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, അത് കേട്ട ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ലക്ഷക്കണക്കിന് സ്വഹാബത്ത്, പിന്നെ താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ നിർഭയത്വത്തോടെ ജീവിക്കാനുള്ള കാരണം ഇസ്ലാമാകുന്ന വഴി കൃത്യമായി അവിടെ പഠിപ്പിച്ചു കൊടുത്തു. ആ വഴിയിലാണ് അവരൊക്കെ സ്വീകരിച്ചതും ജീവിച്ചതുമെല്ലാം. എന്നാ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം. ഇനി ജിബ്രീൽ വരൂല, ഇനി പുതിയ ഖുർആൻ വരൂല, ഇനി ഒരു നബി വന്ന് നമ്മളെ ഉപദേശിക്കൂല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം പേരുണ്ട്. ലയകുലൂന അംബാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നും. ജനങ്ങളുടെ സമ്പത്ത് പണ്ഡിത പുരോഹിതന്മാർ അന്യായമായി തിന്നും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തുനിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കും. പൈസ പോട്ടെ, പിന്നീണ്ടാക്കാം, പക്ഷെ ദീനെന്ന് അവർ തെറ്റിച്ചു. ഇതൊരാൾക്കും മനസ്സിലാവൂല. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തുനിന്ന് ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകും. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തിന്റെ അവസാനം 9-ാം അധ്യായത്തിന്റെ 34-ാമത്തെ ആയത്താണ്. അതിൽ പറയാണ്, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്തയാണ് അവർക്ക്. നല്ലതല്ല, അത്ര നല്ല സ്വഭാവമല്ല. എല്ലാ കാലത്തുമുള്ളതാണ് ഈ താക്കീത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതി വെച്ചു. തഫ്സീറിൽ കാണാം, വദാലിക അന്നഹും യഅകുലൂന ദുനിയാ ബിദ്ദീനി, ഒരു ദുനിയാവിൽ നിന്ന് തിന്നും. എന്തുകൊണ്ടാ ജീവിക്കുന്നത്? ബിദ്ദീനി, ദീന് വെച്ചുകൊണ്ട്, ദീന് വെച്ച് ദുനിയാവ് തിന്നും. വമനാസിബിഹിം വരിയാസതിഹിം ഫിന്നാസി, ജനങ്ങളിലുള്ള സ്ഥാനമാനങ്ങളും പദവികളും വെച്ചുകൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യും. വയഅകുലൂന അംബാലഹും ബിദാലിക്, അങ്ങനെ ജനങ്ങളുടെ സമ്പത്ത് ഡയറക്റ്റ് വലിക്കൂല, ഡയറക്റ്റ് വരിക്കൂല, എന്നാ മറ്റു വഴികളിലൂടെ ജനങ്ങളുടെ സമ്പത്ത് എടുക്കും. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ മുടിവെള്ളം വിറ്റൊരു കാലം ഉണ്ടായിരുന്നു. 10,000 രൂപക്ക് ഒരു കുപ്പി വെള്ളം വിറ്റ കാലം. മുടിവെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന തെറ്റായ പ്രചരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുടക്കിയത് കേരളക്കരയിൽ വിറ്റുവെങ്കിൽ ആലോചിക്ക്, പ്രബുദ്ധരായ കേരള മണ്ണിൽ എത്രയെത്ര മനുഷ്യരുടെ മഖാമുകളും ദർഗകളുമായി കേന്ദ്രങ്ങളിൽ ജനങ്ങൾ പോയി പണം ഇട്ടുകൊടുക്കുന്നു.
ഓരോ ജാറങ്ങളിലെയും ഒരാഴ്ചയിലെ പല ജാറങ്ങൾ നമ്മുടെ പരിസരത്തുള്ള പ്രസിദ്ധമായ മക്കാമുകളിൽ ഒരാഴ്ചയിലെ വരുമാനം 3-4-5 ലക്ഷം രൂപയാണ്. മരിച്ച ഖബറിന്റെ അടുത്ത് എന്തിനാണ് പണത്തിന്റെ ചെലവ്? ഇസ്ലാമിലുള്ള ഖബറുകളുടെ സ്ഥാനം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെയുണ്ടല്ലോ. ശറഫാക്കപ്പെട്ട ആ പ്രവാചകൻ ജീവിച്ച മദീനയിലുണ്ടല്ലോ. അവിടെ ഒരു പെട്ടിയോ വരുമാന മാർഗമോ സൂക്ഷിക്കുന്നുണ്ടോ? അവിടെ ആവശ്യമില്ല. ഒറിജിനൽ ശുഹദാക്കളായ ബദരീൻ 14 പേരുടെ പേര് പുറത്ത് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ അവരുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. ഒരു പെട്ടി 14 എണ്ണം വേണ്ട, എല്ലാവർക്കും കൂടി ഒരു പെട്ടി വെച്ചിരുന്നെങ്കിൽ എത്ര പണം നിക്ഷേപിക്കായിരുന്നു. ചെയ്യില്ല അവർ. ബുദ്ധിയുള്ള ബോധമുള്ള പ്രമാണം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനും ഖബറിനെ കൊണ്ടുപോയി പൈസ മുതലാക്കാം. ഒറിജിനൽ ശുഹദാക്കൾ എന്ന് വിളിക്കുന്ന ഉഹദ് ശുഹദാക്കൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ടിട്ടുണ്ട്. മിസ്അബ് റളിയല്ലാഹുവിന്റെ ഖബർ കാണാം. കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ടില്ല, പച്ച വിരിച്ചിട്ടില്ല, പെട്ടി വെച്ചിട്ടില്ല, ഉറൂസില്ല, ചന്ദനത്തിരിയില്ല, ആനയില്ല, അമ്പാരിയില്ല, ഗാനമേളയില്ല, തുള്ളിച്ചാട്ടില്ല. എവിടെ? ഖബറിന്. എന്താണ് നമ്മളുടെ നാട്ടിലെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഓരോ ഖബറുകളെ ചുറ്റിപ്പറ്റിയും നടക്കുന്ന ഉറൂസ് മാമാങ്കങ്ങൾ എത്ര ശല്യമുണ്ടാക്കുന്നു. പുതിയ പുതിയ ലഹരിക്കാർ വളർന്നുകൊണ്ടിരിക്കുന്നു. ഖബർ എന്നത് ഒരു ഉത്സവ പറമ്പായി മാറുന്നു. എന്നിട്ട് ജനങ്ങൾ അത് ആഘോഷമാക്കി മാറ്റുന്നു. ആനയുടെ കുത്തേറ്റ് മരിക്കുന്നു. എവിടെ? ഖബറിന്. എന്തിനു പോയതാ? ഖബർ സിയാറത്തിന്. ഇസ്ലാമിലെ ഖബർ സിയാറത്ത് പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. സാധാരണ ഖബർ സിയാറത്തിന്റെ ഗുണമെന്താ? ഫസൂറുഹാ, ഖബർ സന്ദർശിച്ചോളൂ. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർമ്മിക്കാൻ, മരണം ചിന്തിക്കാനാണ് ഖബർ. ഖബറിന് ആവശ്യമുണ്ടോ? അതിന് ബാൻഡ് മേള ആവശ്യമുണ്ടോ? ഇതാണ് പണ്ഡിതന്മാര് പറയാൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, അവർ സമ്പത്ത് കൊണ്ട് ജനങ്ങളിൽ നിന്ന് സമ്പത്ത് മേടിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കും. ഐ വഹും മഅ അക്ലിഹിമുൽ ഹറാം യസുദ്ദൂന അന്നാസ അൻ ഇത്തിബാഇൽ ഹഖ്, സത്യമാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. വയൽബിസൂനൽ ഹഖ ബിൽ ബാതിലി, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാൻ ചെയ്യും. ഇസ്ലാമിൽ ദിക്റില്ലേ? ഉണ്ട്. അപ്പൊ ദിക്റുണ്ടല്ലോ. എന്നാൽ ദിക്ർ ഹൽക, ചാടി ദിക്ർ, ഓടി ദിക്ർ, ഡാൻസ് ദിക്ർ, എന്തെല്ലാം ഹാഹി ഹൂ ദിക്ർ, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ ദിക്ർ. ഒരു ത്വരീഖത്തിലേക്ക് ഒരു ശൈഖിന് അടുത്തേക്ക് മുരീദ് വരികയാണ്, എനിക്ക് നിങ്ങളെ ത്വരീഖത്തിൽ കൂടണം. അപ്പൊ പറയാണ്, നീ ദിക്ർ ചൊല്ലണം. ഏത് ദിക്റാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അനജാമൂസുൻ അനജാമൂസുൻ അനജാമൂസുൻ, ഈ ദിക്ർ ചൊല്ലണം. എന്താ അനജാമൂസ്? ഞാൻ പോത്താണ്, ഞാൻ പോത്താണ്, ഞാൻ പോത്താണ്. ഇത് 3 കൊല്ലം ഇന്ന് ചൊല്ലാൻ പറഞ്ഞു, പോത്തേ ആവുള്ളൂ. ഇതാണ് മനുഷ്യന്മാർ. യഥാർത്ഥ ഹക്കായ ഒരു ദിക്റുണ്ട്, അതിന്റെ കൂടെ ബാത്തിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ആക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ആരെങ്കിലും അതിനെ എതിർത്താൽ അവർക്ക് ദിക്റില്ലാത്തവരാണ്. ഇസ്ലാമിൽ സ്വലാത്തിനുടെ ചൊല്ലിയ കൂലിയുണ്ട്. അതിൽ എത്രയാണ്? മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലാ ബിഹാ അശ്റ, 10 നന്മയാണ് ഒരു സ്വലാത്തിന്. പള്ളി കയറുമ്പോ സ്വലാത്തുണ്ട്, ബാങ്ക് കഴിഞ്ഞ സ്വലാത്തുണ്ട്. അങ്ങനെ നബി പഠിപ്പിച്ച സമയങ്ങളിലും സമയമല്ലാതെയും ഒരു വ്യക്തിക്ക് ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്ത് ഒറിജിനലുണ്ട്. എന്നാൽ ഒറിജിനലിനെ മാറ്റി വെച്ച് സ്വലാത്തുൽ ഫാത്തിഹ കടന്നു വന്നു. തീജാനി ത്വരീഖത്തുകാരുണ്ടാക്കി, താജുൽ അർഷ് ഉണ്ടാക്കി, സിൻസുൽ ബൗൽ ഉണ്ടാക്കി, കെൻജുൽ അർഷ് ഉണ്ടാക്കി. നബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത്, കച്ചവടം നടക്കാനുള്ള സ്വലാത്ത്, ഓരോരുത്തരും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പുതിയ പുതിയ സ്വലാത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവരെന്താ പണി? സ്വലാത്ത് കച്ചവടാണ്. എന്തിനാ സ്വലാത്ത്? വാർഷിക നിസ്കാരം വാർഷികണ്ടോ? നോമ്പ് വാർഷികണ്ടോ? എവിടെയും ചടങ്ങില്ലല്ലോ. സ്വലാത്തിന് എങ്ങനെയാ വാർഷികം വന്നത്? കേരളത്തിൽ ഒരു 20 കൊല്ലത്തെ പഴക്കമുള്ളതാണ് ഈ സ്വലാത്ത് വാർഷികങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഹക്കിന്റെ കൂടെ ബാത്തിലിനെ ചേർത്ത് വിടുന്നവരുണ്ട്. ഞങ്ങൾ നല്ലതിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് ഇവർ വരുത്തി തീർക്കും. സത്യത്തിൽ അവർ വാദിക്കുന്ന പോലെയല്ല. അവർ പരലോകത്ത് നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഒരാളും സഹായിക്കില്ല പരലോകത്ത്.
മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥമായ ദീനിന്റെ വഴിയിലേക്ക് വരിക, അല്ലാഹുവിന്റെ ഖുർആനും നബിന്റെ സുന്നത്തുമാകുന്ന പാർശ്വത്തിലേക്ക്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹുവിന്റെ പാർശ്വത്തെ നിങ്ങൾ ബലിഷ്ഠമായി മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. 1924 കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു പ്രസ്ഥാനമായി കേരള മണ്ണിൽ ലോകത്തുടനീളം ഈ തൗഹീദിന്റെ ശബ്ദങ്ങൾ പലയിടങ്ങളിലും വന്നു. സംഘടിതമായി 1924 അന്ന് ഇവിടെ ഒരൊറ്റ സംഘടനയാ ഉള്ളത്. നമുക്കെല്ലാവർക്കും കൂടി ഒരു പ്രസ്ഥാനമാ ഉണ്ടായത്, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെ മാതൃസംഘടന. പിന്നീട് 2 വർഷം കഴിഞ്ഞ് 1926 പുതിയൊരു പ്രസ്ഥാനം രൂപാന്തരപ്പെട്ടു വന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 1955 ദക്ഷിണ കേരള വന്നു. 1967 കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ വന്നു. 1989 അത് 2 വിഭാഗമായി മാറിയതൊക്കെ നമ്മൾ വായിക്കാം. അങ്ങനെ ഭിന്നിച്ചു പോയിട്ട് എന്താ പണി? ഞങ്ങളാണ് ഹക്ക്, ഞങ്ങളുടെ അടുത്തുള്ളതാണ് ശരി, ഞങ്ങളെ ശരിയുള്ളൂ എന്ന് എല്ലാവരും വാദിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? സമാധാനം കിട്ടണ്ടേ? മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയആ. മതത്തിനെ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് വിവിധ കക്ഷികളായി മാറി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളത് വെച്ച് സന്തോഷിച്ചു. ഞങ്ങളാ ശരി, ഞങ്ങളാ സ്വർഗ്ഗക്കാര്, ഞങ്ങളാണ് സ്വന്തക്കാരെന്ന് വിചാരിക്കുന്നു. 30-ാമത്തെ സൂറത്തിന്റെ 32-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ഉമ്മത്ത് പിഴക്കും, പല കക്ഷികളായി പിരിയും. കുല്ലുഹും ഫീ ളലാലത്തിൻ ഇല്ലാ വാഹിദ. എല്ലാ സംഘവും പിഴച്ചോലായിരിക്കും, എല്ലാവരും പിഴച്ചവരായിരിക്കും. ഒരു മാർഗമായിരിക്കും ശരി. അവർക്ക് കൊടി ഉണ്ടാവില്ല, അവർക്ക് നിറമുണ്ടാകില്ല, അവർക്ക് വേറെ എന്തെങ്കിലും അടയാളങ്ങളില്ല. വഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവർ അഹ്ലുസ് സുന്നയാണ്. അൽ മുതമസ്സികൂന ബികിതാബില്ലാഹ്. എന്ത് കാര്യം വന്നാലും അല്ലാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കുന്നവരാണ്. വസുന്നത്തി റസൂലില്ലാഹ്. ബാപ്പക്കാരനോമാര് ചെയ്തോ, ഉമ്മയും ബാപ്പയും അത് ചെയ്തോ, ഞങ്ങളുടെ നാട്ടിലെ ഭൂരിപക്ഷം ചെയ്തോ, എന്റെ കൂട്ടുകാരന്മാരും ചങ്ങാതിമാരും ചെയ്തോ, ഇതൊന്നുമല്ല ദീനെന്നും. അല്ലാഹുവിന്റെ കിതാബും നബിന്റെ ചര്യയുമാണ് ദീനി എന്ന ബോധ്യത്തോടെ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘമാണ് വിജയത്തിന്റെ സംഘം. വബിമാ കാന അലൈഹി സ്വദുറുൽ അവ്വലു മിനസ് സ്വഹാബത്തി. അതിലാണ് ആദ്യ തലമുറയിലെ സ്വഹാബത്ത് ഉറച്ചു നിന്നത്. വത്താബിഈൻ. അവരെ കണ്ടുപഠിച്ച താബിഈങ്ങളും വഇമ്മത്തുൽ മുസ്ലിമീന ഫീ ഖദീമി ദഹരി വഹദീസി. ഇസ്ലാമിക ലോകത്തെ പണ്ഡിത പ്രമുഖരായ ഇമാമിങ്ങളൊക്കെ ആ മാർഗമാണ് സ്വീകരിച്ച് മുന്നോട്ട് പോയത്. നമ്മളും അത്തരത്തിൽ അഹ്ലുസ് സുന്നയുടെ വക്താക്കളാവണം. പിഴച്ച വലാലത്തിന്റെ കക്ഷികളായ നമുക്ക് സമാധാനത്തിലെത്താൻ കഴിയൂല എന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങളിൽ മനുഷ്യർ പെട്ടുപോവുകയും വലാലത്തുകളിൽ അവർ പെട്ടുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുകയും സുരക്ഷിതമായ പരലോകമില്ലാത്ത അവസ്ഥയും വരും. അതുകൊണ്ടാണ് ലോകത്ത് വന്ന വിശുദ്ധ ഖുർആനിലെ അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ നാട്ടിൽ ചെന്നിട്ട് എല്ലാരോടും ആദ്യം പറയുന്നത് എന്താ പറയുന്നത്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ല ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല. ഇത് പറയാത്ത ഏത് നബിയുള്ളത്? അത് ഈ കൊല്ലം ഈ വെളിമുക്കില് ഈ പാലക്കില് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എന്നും ഇത് പറയാം. ഇത് ലോകത്തെ അമ്പിയാക്കന്മാരുടെ മഹത്തരമായ സന്ദേശത്തിന്റെ കാമ്പാണ്. ആ തൗഹീദ് മുറുകെ പിടിക്കാത്തിടത്തോളം കാലം ഒരു നാടിനും വിജയിക്കാൻ കഴിയൂല. ഒരു നാട്ടുകാര് സത്യവിശ്വാസം ശരിക്ക് സ്വീകരിച്ചാൽ, വത്തഖൂ എന്നിട്ട് പടച്ചോനെ പേടിച്ച് ഭക്തിയിൽ ജീവിച്ചാൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബർക്കത്ത് കൊടുക്കും. ഈമാൻ ശരിപ്പെടുത്തിയാൽ, തഖ്വയുള്ളവരായി മാറിയാൽ ആകാശത്തു നിന്നുള്ള ബർക്കത്ത് വരും, ഭൂമിയിൽ നിന്നുള്ള ബർക്കത്ത് വരും.
അല്ലദീന ആമനു അവർ സത്യവിശ്വാസികളാണ് വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഈമാനിൽ ദുൽമ കലരാത്തവരായി മാറണം. ഈമാൻ ഉറപ്പിക്കണം. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ. ഞാൻ അല്ലാഹനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ 17 തവണ നമസ്കാരത്തിൽ നിർബന്ധമായി നമ്മൾ എന്താ പറയണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആരെങ്കിലും ഇത് പഠിക്കാതെ അല്ലെങ്കിൽ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കാതെ വെറുതെ ചൊല്ലിയൊരു ഫാത്തിഹയാണെങ്കിൽ ഇന്ന് പോയി പഠിച്ചോളി. എന്താ ഞാൻ ഈ പറയുന്നത്? ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഈ തൗഹീദ് ഇത് നഷ്ടമാകരുത്. ചുരുങ്ങിയതൊരു വിശ്വാസി 8 തവണയെങ്കിലും സുന്നത്തായി ജീവിതത്തിൽ പാലിക്കേണ്ട ആയത്താണ് ആയത്തുൽ കുർസി. 5 നേരം നിസ്കാരം കഴിഞ്ഞാല് രാവിലത്തെ പ്രാർത്ഥനയുടെ കൂട്ടത്തില്, വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ കൂട്ടത്തില്, രാത്രി ഉറങ്ങണതിന്റെ മുമ്പ് ആയത്തുൽ കുർസി ഓതണം. എന്താ പറയണെന്നിട്ട്? ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, അഅ്ളമായ മഹത്വമേറിയ ആയത്ത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹുവല്ലാതൊരാരാധ്യനില്ല, അവൻ സർവ്വനിയന്താവാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഉറക്കമില്ലാത്തവനാണ്, മയക്കമില്ലാത്തവനാണ്. അള്ളാഹനെ ആരാധിക്കാൻ പറ്റുള്ളൂ. എന്തേ? ഉറക്കല്ലാത്തവനാണ്, മയക്കല്ലാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. ഈസാ നബിനെ ആരാധിക്കാൻ പറ്റൂല. ഈസാ നബി അള്ളാഹന്റെ സൃഷ്ടിയാണ്. മുഹമ്മദ് നബിനെ ആരാധിക്കാൻ പറ്റൂല. മുഹമ്മദ് നബി അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടിയാണ്. ഇബ്രാഹിം നബിനെ ആരാധിക്കാൻ പറ്റൂല. ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്, അള്ളാഹന്റെ സൃഷ്ടിയാണ്. പിന്നെ നമ്മൾ ആരാധിക്കുക? ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഉറങ്ങുന്നവരെയും മയക്കുന്നവരെയും രോഗം വരുന്നവരെയും ആരാധിക്കാൻ പറ്റൂല. ഖുർആനിൽ 1/3 വിശേഷിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എത്ര തവണ ഓതിയവരാ? അല്ലാഹു സമദ്, നിരാശ്രയനാണ്, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ഏകനാണവൻ, അവന് തുല്യനായി ഒരാളുമില്ല. ഇത് പഠിക്കുന്നവരാണ് നമ്മള്. പിന്നെ എങ്ങനെയാണ് അള്ളാഹ് കാണുന്ന പോലെ ഇന്നയാള് കാണും? അള്ളാഹ് കേൾക്കണ പോലെ മഹാമാര് കേൾക്കും. അള്ളാഹ് ലോകം നിയന്ത്രിക്കുന്ന പോലെ ഔലിയാക്കന്മാര് ലോകം നിയന്ത്രിക്കും. ഇപ്പൊ മരിച്ചു കിടക്കുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന, പാടുന്ന, ചൊല്ലുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? എന്താണ് ആ വിശ്വാസം? യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർദ്, ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളയാണ്. ഇതുവരെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചാൽ, ഉൽമ കലർന്നാൽ നമ്മുടെ നിർഭയത്വം പോകും, നമ്മുടെ സമാധാനം ഇല്ലാതെയാകും. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം തന്റെ മകനെ വിളിച്ച് 10 ഉപദേശം കൊടുത്തു. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹനെ പങ്കു ചേർക്കരുത്. അല്ലാഹുവിൽ ആരാധനകളൊന്നും പോകരുത്. അല്ലാഹുവിന് കൊടുക്കുന്നതിന് പകരമായി അത് മറ്റൊരാളിലേക്ക് വകവെച്ചു കൊടുക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നത് മഹാപരാധമാണ്. ഈ അങ്ങാടിയിൽ ആർക്കെങ്കിലും അത് തിരിച്ചറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, കൊലപാതകത്തെക്കാൾ, പലിശയേക്കാൾ, വ്യഭിചാരത്തെക്കാൾ അപകടകരമാണ് ശിർക്ക് സംഭവിക്കുക. 7 മഹാപാപങ്ങൾ എണ്ണി പറഞ്ഞപ്പോ ആദ്യം എണ്ണിയത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹനെ പങ്കുചേർക്കലാണ്. സാധാരണ ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവന് അള്ളാഹു ഉദ്ദേശിച്ച പുറത്തു കിട്ടും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇതല്ലാത്ത ശിർക്കല്ലാത്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഇത് കിട്ടൂല. നമ്മൾ എന്തിനാ നിസ്കരിച്ചത്? ഹജ്ജിന് പോകാൻ നിൽക്കുകയാണ്. എത്രയോ മനുഷ്യർ അല്ലാഹു അവർക്കൊക്കെ മഖബൂൽ മബ്റൂറുമായി ഹജ്ജ് നിർവഹിക്കാനുള്ള വലിയ ആഫിയത്തും ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്നായി അവരെ സഹായിക്കാൻ പറ്റുക, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകുന്ന മനുഷ്യന്മാർ എന്താ അവിടെ പോയിട്ട് പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് പങ്കുകാരില്ല, നീ ഏകനാണ്,
നീ ഏകനാണ്, നിനക്ക് പങ്കുകാരില്ല. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ആ പോകുന്ന ബസ് പല മുക്കുകളിലും മൂലകളിലും നിർത്തുന്നുണ്ട്, പലയിടത്തും പണമിട്ട് കൊടുക്കുന്നുണ്ട്, പലയിടത്തും യാറം മൂടുന്നുണ്ട്, പല യാറങ്ങളിലും ഇറങ്ങിയിട്ട് ഫാത്തിഹ ഓതി തവക്കുലാക്കിയിട്ടാണ് പോണത്. എവിടേക്ക്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറയാൻ. അവിടെ എത്തിയിട്ട് മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ടെന്റുകളിൽ കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് മുഹിയുദ്ദീൻ മാല യാ ശൈഖ് മുഹിയുദ്ദീൻ എവിടെ? മക്കത്തി എത്തിയിട്ട് ഹറമിലെത്തിയിട്ട് എത്ര ഹജ്ജിന് പോയവരോട് ചോദിച്ചു നോക്ക്, ആ ടെന്റുകൾക്കകത്ത് വെച്ച് വരെ ഈ അന്ധവിശ്വാസങ്ങളുടെ ശിർക്കിന്റെ വാചകങ്ങൾ ചൊല്ലി പറയുന്ന ആളുകളുണ്ട്. വല്ലാത്ത അബദ്ധത്തിലേക്കാ പോണത്. തിരിച്ചു വരുന്നതോ നോക്കൂ, ശിർക്ക് ചെയ്തുകൊണ്ട് പോവാണ്, ശിർക്ക് ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്ന ദയനീയമായ അവസ്ഥ വന്നാൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമാണ്, സ്വർഗ്ഗം കിട്ടൂല. ഈ ഉപദേശമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ വിളിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചത്, മക്കളെ ഞാൻ മരിച്ചാ നിങ്ങൾ എന്തിനെ ആരാധിക്കുമാ? തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കുക, എന്തിനെ ആരാധിക്കുക? ഖാലൂ, മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക്, ബാപ്പാ നിങ്ങൾ ആരാധിച്ച, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ചു പറയുന്നുണ്ട്, യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, ഇസ്ലാമാകുന്ന ഈ ദീൻ ഇതാ നിങ്ങൾക്ക് അല്ലാഹു തെരഞ്ഞെടുത്ത് തന്നതാണ്. മുസ്ലിമായിട്ടല്ലാതെ, ആ ഈമാനോടെ അല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് വസിയ്യത്താണ് കൊടുക്കുന്നത്. നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അതാണ് യഥാർത്ഥ സത്യത്തിന്റെ മാർഗം പഠിപ്പിച്ച നബി തങ്ങൾ വെറുതെ പറഞ്ഞ വാക്കല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുക, നമ്മൾ തിരിച്ചറിയുക, നമ്മൾ മനസ്സിലാക്കുക. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി പറയുന്നുണ്ട്, ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന ഹത്താ യഅതിയഹും അംറുല്ലാഹി വഹും ളാഹിറൂൻ. ഒരു കൊച്ചു സംഘം എല്ലാ കാലഘട്ടത്തിലും എന്റെ ഉമ്മത്തിൽ സത്യത്തിന്റെ കൂടെ ഉണ്ടാകും. അവസാന കാലം വരും, കുറെ ആളൊന്നും ഉണ്ടാവില്ല, കുറച്ചാളുകൾ ഉണ്ടാവുള്ളൂ. ക്ഷമയോടെ അവർ ദീനിനെ മുറുകെ പിടിക്കും. തീക്കട്ട കൈ പിടിച്ചോനെ പോലെ എല്ലാവരും ആക്ഷേപിക്കും, നിങ്ങൾ കുറച്ച് കൂടുതലാണ്, നിങ്ങൾ കുറച്ച് ഓവറാണ്, നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഓലൊന്നും പറയണില്ലല്ലോ, മറ്റോലൊന്നും ഇങ്ങനെ പറയണില്ലല്ലോ. അവസാന കാലം വരും, ഹക്ക് മുറുകെ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവര് പിന്നെ അവരുടെ അവസ്ഥ പറയാണ്, തീക്കട്ട കൈ പിടിച്ചോന്റെ പോലത്തെ പരീക്ഷണങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലം പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണങ്ങളായിരിക്കും. അന്ന് നിങ്ങൾ അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചു. മലമൂത്ര വിസർജന മര്യാദ പഠിപ്പിച്ചു, മയ്യിത്ത് പരിപാലനം പഠിപ്പിച്ചു, നിസ്കാരം പഠിപ്പിച്ചു. നബി തങ്ങളുടെ സുന്നത്താണ് മുറുകെ പിടിച്ച. എന്ത് സമാധാനം, എത്ര ലളിതമാണ്. ഇന്നദ്ദീന യുസ്റുൻ വലാ യുരീദു ബികുമുൽ ഉസ്റ, ദീൻ എളുപ്പമാണ്, ഒരു പ്രയാസവും ദീൻ ഉണ്ടാക്കൂല. യാത്രക്കാരന് ജമ്മും കസ്റും അനുവദിച്ചു കൊടുത്തു, രോഗിക്ക് അവന്റെ നോമ്പിൽ ഇളവ് അനുവദിച്ചു കൊടുത്തു, ഗർഭിണിയായ ഉമ്മാക്ക് അവരുടെ നോമ്പിൽ ഇളവ് അനുവദിച്ചു കൊടുത്തു. എത്രയെത്ര ഘട്ടങ്ങൾ ഇസ്ലാം പറയും. ഇസ്ലാം എളുപ്പമാണ്, ഒരു പ്രയാസം നിങ്ങളുടെ മേലുണ്ടാക്കില്ല. പക്ഷേ ആ നബി പഠിപ്പിച്ചതുപോലെ പകർത്താൻ നമുക്ക് കഴിയണം. അത് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു, ഭക്ഷണ മര്യാദകൾ പഠിപ്പിച്ചു, വേഷവിധാനത്തിലെ ഇസ്ലാമിക ചിട്ടകൾ പഠിപ്പിച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അള്ളാന്റെ റഹ്മത്ത് കിട്ടണോ? അള്ളാഹനെ അനുസരിക്കുക, റസൂൽ അനുസരിക്കുക.
കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗ്ഗത്ത് പോകും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. ആരാ വിസമ്മതിച്ചവർ? മൻ അത്വാഅനി, എന്നെ അനുസരിച്ച് ജീവിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. വമൻ അസാനി, എൻ്റെ കൽപ്പനക്കെതിരെ നടന്നാൽ ഫഖദ് അബാ, അവർ വിസമ്മതിച്ചവരാണ്. ഹൗദുൽ കൗസർ എന്ന പാനീയമുണ്ട്. പരലോകത്തിൽ ലഭിക്കുന്ന ഈ ഓരോ നബിമാർക്കും ഓരോ ഹൗദ് നിശ്ചയിക്കും. അതിന് അവർ വെള്ളം കൊടുക്കും തന്റെ ഉമ്മത്തിന്. അവസാനത്തെ പ്രവാചകന്റെ ഉമ്മത്തിന്റെ പാനീയത്തിന്റെ പേരാണ് ഹൗദുൽ കൗസർ. അപ്പൊ അതിലേക്ക് വെള്ളം ഓരിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ നബിന്റെ മുമ്പിൽ വരുമ്പോ അല്ലാഹു തആല മറയിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല. നബി തങ്ങൾ പറയും, നബിയെ, അല്ലാഹുവിനോട് പറ, അല്ലാഹുവേ, അവരെന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണ്. നബി തങ്ങളോട് അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങളുടെ കാലശേഷം താങ്കളുടെ മതത്തിലേക്ക് പുതിയതായി പലതും കൂട്ടിച്ചേർത്തവരാണ് അവര്. അത് കേൾക്കുന്നതോടെ നബി തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ഈർഷ്യത കയറി വരും. സുഹഖൻ സുഹഖാ ലിമൻ ബദ്ദല ദീനി, എന്റെ കാലശേഷം ദീനിൽ മാറ്റം വരുത്തിയവരെ ദൂരേക്ക് ഒഴിഞ്ഞു തള്ളിവിടാണ്. എന്റെ സുഹൃത്തുക്കളെ, ജീവിതത്തിലെ സുന്നത്താണ് നമ്മൾ പാലിക്കേണ്ടത്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ തർജിയത്ത് നടത്തും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹം, മയ്യിത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് ഗുണം കിട്ടുന്ന നന്മകളെല്ലാം നമ്മൾ ചെയ്യും. വേഗം കുളിപ്പിക്കാൻ നോക്കും. കഫൻ പുടവയിൽ പൊതിയും കൊണ്ടുപോയി നിശബ്ദമായി ഖബറടക്കും നബിന്റെ സുന്നത്ത് പ്രകാരം. എന്നിട്ട് അവിടെ വെച്ച് തസ്ബീഹ് ചൊല്ലും. ഖബറടക്ക നിസ്കാരം കഴിഞ്ഞിട്ട് ഖബറടക്കത്തിൽ തസ്ബീഹൊക്കെ ചൊല്ലി പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഒരു മനോഹരമായ യാത്രയ്ക്കും. എല്ലാവരും തിരിച്ചു പോരും. പക്ഷെ ആ സുന്നത്ത് മാത്രം മതിയാവാത്ത കുറെ മനുഷ്യരുണ്ട്. അന്നേ ദിവസം മരണപ്പെട്ട വീട്ടിൽ ഒരുപാട് പ്രിയപ്പെട്ട മക്കൾ യതീമായി കിടക്കുക, വാപ്പ പോയി. പ്രിയപ്പെട്ട ഭാര്യ വിധവയായി കിടക്കുക. ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് എന്താണ്? ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ നബി തങ്ങൾ എന്താ പറഞ്ഞ? നാട്ടുകാരെ, അയൽവാസികളെ, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ജഅഫർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ പാട്ടൊക്കെ പാടി കുറച്ച് ദിക്റൊക്കെ ചൊല്ലി അവിടെ ഒച്ചക്ക വെച്ചൊരു ഭക്ഷണം കഴിച്ച് പിരിയണം. ഇല്ല, ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ നബി അയൽവാസികളെ വിളിക്കുകയാണ്. അയൽവാസികളെ, ഇസ്നഊ ലി ആലി ജഅഫർ അത്ആം, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവിടുന്ന് ഇങ്ങോട്ട് നിന്ന് പോരല്ല. ഇത് മരിച്ച അന്നൊരു തീറ്റ, 3ന്റെ അന്നൊരു പോത്ത് നല്ല വരട്ടി ഉഷാറാക്കിയിട്ട് അന്നൊരു കല്യാണ പന്തല് പോലെ, 7ന്റെ അന്നൊരു തീറ്റ, 14നൊരു തീറ്റ, 41 ആണ്ട് തികയുമ്പോ അവിടെ കണ്ണ് നഷ്ടപ്പെട്ട് 14ന്റെ അന്ന് ശരീരത്തിന്റെ പച്ചയായ വയറൊക്കെ പൊട്ടി ഒലിച്ച് ശരീരം ഇങ്ങനെ അവിടെ നിന്ന് ദ്രവിച്ചു തുടങ്ങുന്ന 14ന് ഇവിടെ കോഴിക്കാലി കടിക്കുക. ചിലയിടത്ത് ഇപ്പൊ പല മരണ വീടുകളിലും ചെന്നാല് അന്ന് ബുർദയാണ്, പാട്ട് പാടിയിരിക്കുകയാണ്. ബുർദ പാട്ടാണ്. കേൾക്കുന്ന ആൾക്കാർ എന്തോ ദിക്റാന്ന് വിചാരിക്കുക. നബി തങ്ങളെ കുറിച്ചുള്ള മദ്ഹ് മിക്സറാക്കി ചേർത്തിട്ട് പലതും സംഭവിച്ചിട്ടുള്ള ബുർദ അതിങ്ങനെ ഇരുന്ന് ഈണത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. എവിടെ? മരണ വീട്ടിൽ. പാടാലോ, കഴിഞ്ഞ ഭക്ഷണം കിട്ടുമല്ലോ. സുഹൃത്തുക്കളെ, ഇസ്ലാം പഠിപ്പിച്ച സുന്നത്താണെങ്കിൽ ഒരു പ്രയാസവും ഒരു ഭാരം. എത്ര മയ്യത്തിന്റെ അഹിലുകാരാണ് കടം പേടിക്കുന്നത്. പോത്തിനറക്കണല്ലോ, ഇല്ലെങ്കിൽ മയ്യത്തിനോട് സ്നേഹമില്ലാത്തവരല്ലേ. എന്നിട്ട് പൈസ ഇല്ലാത്തവര് ലോൺ എടുത്തിട്ടാണ് പരിപാടി നടത്തുന്നത്. ഇസ്ലാമിൽ പ്രവാചകനെ സ്നേഹിക്കാനാണെങ്കിൽ ഈ 24 മണിക്കൂർ സ്നേഹമുണ്ട്. നമ്മൾ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെല്ലാം പാലിക്കാണ്. താടി വളർത്തുന്നു, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നു, പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ നബിദിന റാലികൾ, ആഘോഷങ്ങൾ നടന്നപ്പോ അന്നേ ദിവസം ളുഹറിന് പള്ളിയിൽ എത്രയാള് ജമാഅത്തിനുണ്ടായിരുന്നു? അന്നത്തെ സുബ്ഹിന്റെ ജമാഅത്തിന് അന്ന് എത്ര പേരുണ്ടായിരുന്നു? റബീഉൽ അവ്വൽ 13ന്റെ അന്ന് സുബ്ഹിക്ക് നമ്മുടെ മഹല്ലിൽ എത്ര പേര് പള്ളിയിലുണ്ടായിരുന്നു? യഥാർത്ഥ സ്നേഹം കാണിക്കേണ്ട ഏരിയ അവിടെയാണ്. എന്നാൽ തുള്ളിച്ചാടി ആഘോഷിച്ച് നബിതങ്ങൾ വഫാത്തായ റബീഉൽ അവ്വൽ 12ന്റെ ളുഹാ സമയത്ത് റാലി നടത്തിയിട്ട് എന്താ പാടുന്നത്? അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ ഹസൻതു ലന്നി യാ ബശീറു യാ നദീറു.
നബിയേ, അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. ഞാൻ അങ്ങയുടെ അടിമയാണ്. എന്തെനിക്ക് വേണ്ടത്? ഫദ്ലകൽ ജമ്മൽ ഗഫീറു, പാപം പുറത്തേരണം. എന്റെ പാപങ്ങൾക്ക് നബി നിങ്ങൾ പുറത്തേരണമെന്നാണ്. മൈക്ക് കെട്ടിയിട്ട് റാലി ഇങ്ങനെ പോകുമ്പോ എന്താ പറയണത്? അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. ഇതിനാ പൈസ കൊടുക്കുന്നത്, ഇതിനാണ് കടയിൽ വന്ന് പിരിവ് നടത്തുന്നത്, ഇതിനാണ് പൂർവ്വ വിദ്യാർത്ഥികൾ തുള്ളിച്ചാടുന്നത്. എന്താ പറയണത്? നബിയേ, നിങ്ങൾക്ക് സലാമുണ്ട്. നിങ്ങളാരാ? ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു തരുന്ന നബിയാണ്. അല്ലാഹ് ചോദിക്കണേ, നിങ്ങളുടെ പാപം പൊറുക്കാൻ അല്ലാതെ ആരാ ഉള്ളത്? ഇവിടെ പാടുക, എന്നിട്ട് പാടിയിട്ട് അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, പ്രയാസങ്ങൾ നീക്കിത്തരുന്ന നബിയേ. ഇങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയെ. ധാരാളം വാചകങ്ങൾ ഓരോന്നിലുമുണ്ട്. മങ്കുസ് മൗലിദ് എന്ന് പറയുന്ന കിതാബിന്റെ ആദ്യത്തെ 2 പേജ് വായിച്ചാൽ തന്നെ 50-ലേറെ പച്ചക്കളവുകൾ നബിന്റെ പേരിൽ എഴുതി വെച്ച് പാടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോന്നിലും എടുത്താൽ ഇത് നബി സ്നേഹമാകുമോ? ഇല്ല. നമുക്ക് രക്ഷപ്പെടണോ? നബിനെ സ്നേഹിക്കണം. കുല്ലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ രക്ഷപ്പെടണം. നമ്മുടെ പരലോകം നമുക്ക് രക്ഷപ്പെടണം. അവിടെ ഒരാളും നമ്മളെ രക്ഷിക്കാൻ വരൂല. പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും നമ്മുടെ കൂടെ ഖബറിലേക്ക് വരുന്നില്ല. നാട്ടിലെ സയ്യിദന്മാര്, സാദാത്യങ്ങൾ, കുബറാക്കന്മാര്, നമ്മളെ ഏറെ സ്നേഹിച്ചിരുന്നവർ വരുമോ? നാളെ പരലോകത്ത് നമ്മളെ രക്ഷിക്കാൻ ഒരാളും വരൂല. നേരെ മറിച്ചൊരു രംഗമുണ്ട്. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ, നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്ന ഒരു ദിവസം. യഖൂലൂന, അന്ന് ചിലർ പറയും, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാ മതിയായിരുന്നു. അതൊന്നും ചെയ്തില്ല. നമ്മളിങ്ങനെ ഓപ്പകാരണന്മാരൊക്കെ അങ്ങനെയെന്നു, ഞാൻ ജനിച്ചപ്പോ തന്നെ അതുണ്ടായിരുന്നു, ഞാൻ പണ്ട് പഠിച്ചപ്പോ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തനിക്ക് തോന്നിയതൊക്കെ ചെയ്തു നടന്നു. അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചാ മതിയായിരുന്നു, എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. വഖാലൂ, അവർ നരകക്കാര് പറയും, റബ്ബനാ ഇന്നാ തഅനാ സാദതനാ, ഞങ്ങളെ നാട്ടിലെ സയ്യിദന്മാരാന്ന് വിചാരിച്ച്, അവര് പറയുന്നത് ദീനാന്ന് വിചാരിച്ച് അനുസരിച്ചു. വകുബറാനാ, ഞങ്ങളെ നാട്ടിലെ മുതിർന്ന വലിയ വലിയ പ്രമുഖന്മാരുണ്ടായിരുന്നു, അവരൊക്കെ കണ്ടപ്പോ ഞങ്ങൾ അത് ചെയ്തു പോയി. അവര് ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, ഞങ്ങൾ പിഴച്ചതല്ല. അത് പറയണം, അത് പഠിക്കണം, ഇവിടുന്ന് സ്വയം മനസ്സിലാക്കണം. അവനവന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു കടയിൽ കയറിയിട്ട് ഒരു 10 കിലോ തക്കാളി മേടിക്കുമ്പോൾ 4 വട്ടം ചോദിക്കും, എന്താ വില, എന്താ അപ്പുറത്തെ കടയിൽ എന്താ വില ചോദിക്കുന്ന ആൾക്കാരാ. അതേപോലെ നമ്മളെ പരലോകത്തെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കണം. അവര് ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. അവരെ ശാപത്തിനിരയാക്കണല്ലാ. നേരെ തിരിച്ച, ഇവിടുന്ന് എത്ര സ്നേഹിച്ചോ അതിന്റെ ഇരട്ടിയായി അവിടെ എത്തുമ്പോ ഇയാളാണ് എന്റെ പരലോകം കളഞ്ഞത് എന്ന ബോധം തിരിച്ചു വരുമ്പോ ശാപം കൊടുക്കണം പഠിച്ചോനെ എന്ന് പറയുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാ, ഇത്തബഅന സാദാ വഹുമുൽ ഉമറാ വൽ കുബറാ മിനൽ മശീഖ, നാട്ടിലെ മശീഖൈഖുമാരും കുബറാക്കന്മാരും സയ്യിദന്മാരും സാദാത്യങ്ങളാ. വഖാലഫന റസൂല, റസൂലിന്റെ സുന്നത്തൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കി. വഅതഖദിനാ അന്ന ഇൻദഹും ഷൈഅ, ഞങ്ങൾ വിചാരിച്ചു ഇവരെടുത്ത് പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ചു. വഅന്നഹും അലാ ഷൈഇൻ ഫഇദാഹും ലൈസു അലാ ഷൈ, എന്നാൽ വിചാരിച്ച പോലെയൊന്നുമായിരുന്നില്ല കാര്യങ്ങൾ. അങ്ങനെ ജനങ്ങൾ നഷ്ടക്കാരായി പരലോകത്ത് പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, അഹ്ലുസുന്ന വ്യക്തമാണ്. അഹ്ലുസുന്നന്റെ പ്രമാണം അല്ലാഹുവിന്റെ ഖുർആനും നബിയുടെ ചര്യകളുമാണ്. അതോടൊപ്പം അതിനെ വിശദീകരിക്കുന്ന അതിന്റെ ഇജ്മാഉം ഖിയാസും അടക്കമുള്ളതാണ്. അതിൽ നിന്ന് തെറ്റിക്കൊണ്ടൊരു മാർഗവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക. നമുക്ക് ഇടയിലേക്ക് സൂഫിസം കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളുക, സൂഫിസം അപകടകരമാണ്.
സൂഫിസത്തിന്റെ അകത്തെ ധാരണകൾ തസവുഫിലൂടെ കയറി വന്നാൽ ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്ത ഒരു പുതിയ മാർഗത്തിലേക്കാണ്. അവർക്ക് ഷെയ്ഖുണ്ട്, ഷെയ്ഖ് മുറബ്ബിയുണ്ട്, ഷെയ്ഖ് മുരീദുണ്ട്, അവർക്ക് തൽവീൻ സ്ഥാനക്കയറ്റങ്ങളുണ്ട്, ഷെയ്ഖ് മശായിഖുണ്ട്, കുത്തുബുണ്ട്, നുഖബാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും അവർ അർത്ഥം മാറ്റിവെച്ച് ലാ മൗജൂദ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്ന അവസ്ഥകൾ അവരിൽ കാണാൻ സാധിക്കും. റസൂലുമാരെ കുറിച്ച് പോലും അവരുടെ വാദം ബസ്താമിയൊക്കെ പറയാറുണ്ട്, അവരുടെ ഷെയ്ഖുമാരുടെ ദറജയിലേക്ക് റസൂൽ പോലും എത്തിയിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഔലിയാക്കന്മാർ നബിയേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് വാദിക്കുന്ന സൂഫിസത്തിന്റെ വക്താക്കളുണ്ട്. അതുപോലെ ഒട്ടനേകം പിഴച്ച സൂഫി ഗാനങ്ങളും സൂഫി ചിന്തകളും ഒക്കെ കടന്നു വന്ന് ഒരുപാട് ആളുകൾ അതിൽ പെട്ടുപോയി ജീവിതം നഷ്ടപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പാട്ട് ഇങ്ങനെ പാടി ഇങ്ങനെ ഭ്രാന്തായാൽ എന്ത് സുഖം. ആർക്ക് ഇത് എവിടുന്ന് അവസാനം പറ, അതൊരു സൂഫി ഗാനമല്ലേ? കുറച്ചുകൂടി മുമ്പേ പടച്ചോന ഈ സിയമ്മടവൂരുമായി ബന്ധപ്പെട്ട പാടുപറമ്പേ പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അതെ അതെ ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്നറിഞ്ഞോളി. അതൊരു സൂഫി പാടിയതല്ലേ? സൂഫി ആയാൽ ഇങ്ങനെയൊക്കെ പാടും. എല്ലാ പിഴച്ച വാദങ്ങളും അവർ കൊണ്ടുവന്ന് സമൂഹത്തിൽ ക്യാമ്പസുകളിൽ വരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ അകത്ത് വരെ അവിടെ പ്രണയമുണ്ട്, അവിടെ വേണ്ടാത്ത പലതുമുണ്ട്, സംഗീതമുണ്ട്, ഡാൻസുകളുണ്ട്, നൃത്യങ്ങളുണ്ട്, പലതുമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള പലതുമുണ്ട് സൂഫിസത്തിൽ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ചിലർ ഒന്നുകൂടി രസകരമായി മാറാൻ ത്വരീഖത്തുകൾ സ്വീകരിച്ച വ്യക്തികളുണ്ട്. നൂറുകണക്കിന് ത്വരീഖത്താണ് നമ്മുടെ നാട്ടിൽ. തീജാനി ത്വരീഖത്ത്, ഗോഹർ ഷാ ത്വരീഖത്ത്, സിക്കന്ദർ ത്വരീഖത്ത്, ആലുവ ത്വരീഖത്ത്, ഇങ്ങനെ ഒരുപാട്. അവർ മറ്റൊരു ത്വരീഖത്തിനോട് മിണ്ടൂല, അപ്പുറത്ത് ത്വരീഖത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കൂല, അവരുമായി ബിസിനസ് ഇല്ല. ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കടന്നു പോകുക. ത്വരീഖത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോയാൽ പിന്നെ സംഭവിക്കാൻ പോണത് എന്താ? അവർക്ക് എന്തുമാകാവുന്ന അവസ്ഥയിലേക്ക് മദ്യപിക്കുന്ന, വ്യഭിചരിക്കുന്ന, സ്വവർഗതയിൽ ഏർപ്പെടുന്ന ശൈഖ്മാര് വരെ ത്വരീഖത്തിലുണ്ട്. പ്രശ്നല്ല. ഷെയ്ഖിന് ഹറാമ് എന്ന ഒന്നില്ല. നമസ്കാരം ആവശ്യമില്ല, സ്വർണം ധരിക്കാം, ചുരുട്ട് വലിക്കാം, സിഗരറ്റ് വലിക്കാം. ഷെയ്ഖാണ്. ഷെയ്ഖായി കഴിഞ്ഞാൽ ദറജ കൂടിയിട്ടുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുന്ന നൂറുകണക്കിന് ത്വരീഖത്ത്. നമുക്ക് ഒറ്റ ത്വരീഖത്തുള്ള ഇസ്ലാമിൽ ത്വരീഖത്തു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ത്വരീഖത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിഴച്ച സകലതിനെയും ഒറ്റക്കെട്ട് കെട്ടി അടിക്കണം. മുഴുവൻ വ്യാജമാണ്. അതിൽ നല്ലതൊന്ന് ചീത്തയൊന്നു വേർതിരിക്കാനില്ല. ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല ത്വരീഖത്തുകാരും തട്ടിപ്പിന്റെ വ്യത്യസ്ത കേന്ദ്രങ്ങളാണെന്ന് ഇനിയെങ്കിലും ഈ വെളിമുക്കിലെ പാലക്കലങ്ങാടിയിലെ പ്രിയപ്പെട്ട മനുഷ്യരെ പലരും പറയാൻ മടിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അത് പറയാൻ കൊതിക്കുന്നു. ഇത് മുഴുവൻ മനുഷ്യരെ ഒട്ടനേകം നാശത്തിലേക്ക് നയിക്കുക. മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തൊരു ജനാസ മരിച്ചിട്ട് കൊണ്ടുപോയി വീട്ടുകാർ മറവ് ചെയ്യുന്നില്ല, വീട്ടിൽ കിടത്തിയിരിക്കുകയാണ്. ആഴ്ചകൾ പിന്നിട്ടു. മണം വരുമ്പോ എന്തെങ്കിലുമൊക്കെ സുഗന്ധം പരത്തുന്ന സാധനങ്ങൾ കത്തിച്ചു വെക്കും. ദിവസങ്ങൾ കഴിഞ്ഞ് അയൽവാസികൾ മണം കയറി വന്നപ്പോ ചോദിച്ചു, എന്താണിത്? ആള് മരിച്ചു കിടക്കുകയാണ്. എന്താ നിങ്ങൾ പറയാത്തത്? ഞങ്ങളുടെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ മരിച്ചാലും രണ്ടാമത് ജീവിക്കുമെന്ന്. ഞങ്ങൾ ജീവിക്കുന്നത് കാത്തിരിക്കുകയാണ്. അവസാനം പോലീസ് ഇടപെട്ട്, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് ആളെ മറവ് ചെയ്യുന്നത്. ത്വരീഖത്തോണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നതോടെ ഞാൻ പറയുന്നത്, കോഴിക്കോട് നമ്മുടെ മുക്കത്ത് ഒരു ഉമ്മ തന്റെ കുഞ്ഞിന്, ആദ്യത്തെ ഒരു കുഞ്ഞിനെ പ്രസവം ചെയ്തു. പ്രസവം കഴിഞ്ഞപ്പോ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി സിസ്റ്റർ കൊണ്ടേ കൊടുത്തു. ഉമ്മ പറഞ്ഞു, ഞാൻ പാല് കൊടുക്കൂല. എന്താ ഈ പാല് കൊടുക്കാത്തത്? ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് 5 ബാങ്ക് കഴിയാതെ പാല് കൊടുക്കാൻ പാടില്ല. അവർക്ക് അവരുടെ സിസ്റ്റമാണ്, അവരുടെ നിയമമാണ്, അവരുടെ വേദമാണ്. 5 ബാങ്ക് കൊടുക്കാതെ പാല് കൊടുക്കാൻ പറ്റൂല. പ്രിയപ്പെട്ട ഉമ്മമാരെ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് പാല് കൊടുക്കാതിരുന്ന നഷ്ടമാണ്. ഷെയ്ഖിനും ത്വരീഖത്തിനും ഒന്നും പോവില്ല. അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട്, വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലീസുകാർ വരുത്തി വന്നു. നമ്മുടെ നാട്ടിൽ പുതിയ ഒരു അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിന്റെ സംരക്ഷകരാണ്, മുസ്ലിമീങ്ങളുടെ സംരക്ഷകരാണ്, എല്ലാം ഷിയാക്കളാണ് എന്ന് പറയുന്ന ആളുകൾ ചിന്തിച്ചു നോക്ക്. സ്വഹാബത്തിനെ കാഫിറാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ലഅനത്ത് പറയുന്ന, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന കൊലയാളിക്ക് ദർഗയുണ്ടാക്കി, മഖാമുണ്ടാക്കി, ശുജാഇ ബാബ എന്ന് എഴുതി പൂജിക്കുന്ന മനുഷ്യരാണ് ഷിയകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറായി പ്രഖ്യാപിച്ചവരാണ് അവർ. ആയിഷ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹക്കെതിരെ ലഅനത്ത് പറയുന്നവരാണ് ഷിയാക്കൾ. എത്ര ലക്ഷക്കണക്കിന് അഹ്ലുസുന്നയുടെ സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഷിയാകൾ ലോകത്ത് അഹ്ലുസുന്നയെ അങ്ങേയറ്റം നശിപ്പിക്കാൻ നിങ്ങളുടെ ഖുർആൻ ശരിയല്ല എന്നും ഞങ്ങളുടെ കയ്യിലുള്ള 16,000 ആയത്തുള്ള ഖുർആനാണ് ലോകത്ത് ശരിയെന്നും വാദിച്ചു കൊണ്ടിരിക്കുന്ന പിഴവിനേക്കാൾ പിഴച്ച വാദം പേറിക്കൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ ഓശാന പാടാൻ പോകരുത്. കരുതിയിരിക്കണം. പഠിക്കാത്തവർ പഠിക്കണമെന്നേ പറയുന്നത്. അഹ്ലുസുന്ന ലോകത്ത് ഏറ്റവും നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശമാണ് നമുക്ക് തരുന്നത്. അത് സ്വീകരിക്കുക, അത് പഠിക്കുക, ആ അണപ്പല്ലുകൊണ്ട് ജീവിതത്തെ അതിലെ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ മുമ്പുള്ള ഏക ഹജ്ജിൽ അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഇതാ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാൽ പിഴക്കൂല. കിതാബല്ലാഹി വ സുന്നത റസൂലി, അല്ലാഹുവിന്റെ കിതാബും നബിയുടെ ചര്യയുമാണ്. അത് പിടിച്ചോൻ ആരൊക്കെ പറഞ്ഞാലും, നാട്ടിൽ നിന്ന് പുറത്താക്കിയാലും, മഹല്ല് ബഹിഷ്കരിച്ചാലും, കല്യാണം മുടക്കിയാലും, എന്തൊക്കെ പ്രതിരോധം തീർത്താലും പിഴച്ചവനാകൂല. അള്ളാന്റെ കിതാബും നബിന്റെ ചര്യയും മുറുകെ പിടിച്ച് അങ്ങാടിയിലൂടെ നടന്നാൽ ജനങ്ങൾ നിങ്ങളെ വിളിക്കും പുത്തൻവാദി എന്ന്. ആ വിളി സഹിക്കണം. നാട്ടുകാർ നിങ്ങളെ പറ്റിയിട്ട് വഹാബികൾ എന്ന് വിളിക്കും, ആ വിളി അങ്ങ് സഹിക്കണം. എന്തിനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശരീരത്തിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ കടത്തി വലിച്ചു കൊണ്ടുപോയി തല്ലിയത് എന്തിനാ? അല്ലാഹു അഹദ് എന്ന് പറഞ്ഞതിനാ. സുമയ്യ ബീവിന്റെ ശരീരത്തിൽ പച്ചയായ ഇരുമ്പിന്റെ ദണ്ട് കുത്തിക്കയറ്റിയത് എന്തിന്റെ പേരില? അല്ലാഹു അഹദ് എന്ന് പറഞ്ഞതിന്റെ പേരില. 13 കൊല്ലത്തെ മക്കയിലെ ജീവിതത്തിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത് എന്തിനാ? സ്വഹാബത്തിന്. മിസ്അബ് റളിയല്ലാഹു അൻഹു സ്വന്തം വീടും കുടുംബവും നഷ്ടപ്പെട്ടത് എന്തിന്റെ പേരില? ഞങ്ങൾ അല്ലാഹുവോടെ പ്രാർത്ഥിക്കൂ, അല്ലാഹുവാണ് ലോകത്തിന്റെ ആരാധ്യൻ, അവനല്ലാതൊരു ഇലാഹില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളോടും ഞാൻ പങ്കു ചേർക്കൂല. ഇത് പ്രഖ്യാപിച്ചു നോക്കി. വീട്ടിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊരു ഹക്കാണ്. നമ്മൾ എന്തിന്റെ കൂടെ നിൽക്കണം? ഹക്കിന്റെ കൂടെ നിൽക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള കീവച്ചല്ല സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. പഠിക്കാൻ വരണം. യാസീൻ ഓതുന്ന മനുഷ്യരെ യാസീന്റെ ഉള്ളിൽ എന്താ പറയുന്നത് പഠിക്കണം. ഫാത്തിഹ ഓതുന്നവരെ ഫാത്തിഹന്റെ ഉള്ളിൽ എന്താ അർത്ഥമെന്ന് പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഇറക്കിയവർക്കെതിരെ കാഫിരീങ്ങളാണ്, മുർത്തദീങ്ങളാന്ന് പറഞ്ഞൊരു കാലുണ്ടായിരുന്നു. ഇന്ന് അവർക്കൊക്കെ പരിഭാഷ കിട്ടോ. പഠിക്കാത്തവർക്ക് QHLSന്റെ പഠിതാക്കളായി മാറുക. മക്കൾക്ക് വേണ്ടിയുള്ള CRE സംവിധാനങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അയൽക്കൂട്ടങ്ങളും വിജ്ഞാനവേദികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേർപ്പദം വാരിക നമുക്ക് വായിക്കാനുള്ള ഒരു വല്ലാത്ത വായനയുടെ സ്രോതസ്സാണ്. പീസ് റേഡിയോ 24 മണിക്കൂർ നമുക്ക് പഠിക്കാൻ ഉപകരിക്കുന്ന ഓൺലൈൻ റേഡിയോ ആണ്. വ്യവസ്ഥാപിതമായ 100 കണക്കിന് പ്രോഗ്രാമുകൾ, കുടുംബ വിഷയങ്ങൾ, കൗൺസിലിംഗ് അടക്കം ലഭിക്കുന്ന പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. ജമീൽ ആപ്പ് ആയിരക്കണക്കിന് ഓഡിയോകളുണ്ട്, വീഡിയോകളുണ്ട്, PDF ഉണ്ട്, കിബില ഡയറക്ഷൻ ഉണ്ട്, സക്കാത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, ഖുർആനിന്റെ ബൈഹേർട്ടാക്കാവുന്ന സിസ്റ്റങ്ങളുണ്ട്. ജമീൽ എന്ന ഒരു കുഞ്ഞു ആപ്പ് സൗജന്യമായി ഫ്രീ ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ദീൻ എന്നത് പഠിക്കാൻ, വായിക്കാൻ ആദ്യമായി ഇറങ്ങിയ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് വായിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. ആദ്യത്തെ ആയത്ത് പോലും, ആദ്യത്തെ 5 ആയത്തിന്റെ ഇടയ്ക്ക് എത്ര തവണയാണ് ഇഖ്റ എന്ന് ആവർത്തിച്ചു പറഞ്ഞത്? പഠിക്കണം നമ്മൾ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ദീന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. പലതിലും അവരുടേതായ സ്വർണവും അവരുടെ പണവും അവരുടെ സമയവും ആ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഓൺലൈൻ മീഡിയകളിൽ വ്യത്യസ്തങ്ങളായ ആത്മീയ തട്ടിപ്പുകളുടെ സ്വലാത്തുകൾ നടക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഉറൂസുകളുടെ ചാനലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ വിറുതുകളും ഔറാദുകളും ജനങ്ങളെ കൊണ്ട് പറ്റിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിച്ചോളുക. സഹോദരിമാരെ, ദീൻ എന്നത് പഠിച്ചു മനസ്സിലാക്കേണ്ട ഒന്നാണ്. കാണുന്ന കാഴ്ചയിൽ തട്ടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല നിരക്കുമുള്ള പുകമറകൾ ഉണ്ടാകും, മനസ്സിലാക്കാതെ പോകരുത്. പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മുടെ മക്കളോടുള്ള ബാധ്യത മറക്കരുത്. നമ്മുടെ മക്കൾ സുരക്ഷിതരാവണം,
അവരെ ലഹരിക്ക് അടിമകളാവരുത്, സെക്സ് റാക്കറ്റിൽ പെട്ടുപോകരുത്, ലഹരിയുടെ കരിയറായി മാറരുത്. അവർ സിനിമാ റാക്കറ്റുകളുടെ പിടിയിലാകരുത്, ഗുണ്ടാ സംഘത്തിന്റെ പിടിയിലായി മാറരുത്. നമ്മുടെ പൊന്നുമക്കൾ നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന, നന്മകളിൽ മുന്നിട്ട് വരുന്ന മക്കളായി വരാനുള്ള തർബിയത്ത് നമ്മൾ കൊടുക്കേണ്ട സമയമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, നമ്മൾ നമ്മുടെ മക്കളോടുള്ള നീതി പാലിക്കാൻ ശ്രമിക്കുക. മക്കളെ, നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടി ഒരുപാട് സ്വപ്നം നെയ്തവരാ. നമ്മളെ കാണുന്നതിന് മുമ്പ്, നമ്മുടെ കുഞ്ഞു ഗർഭപാത്രത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ് സ്വപ്നം കണ്ടവരാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, അവർക്ക് പുണ്യം ചെയ്യാൻ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ചെയ്യുന്ന ഒരു സ്വരം പോലും വരരുത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് പഠിപ്പിച്ചെന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു, ആ വീട് സംരക്ഷിക്കുന്നു, വീടിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നു. നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. വീട്ടിൽ ഒരുപാട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള ശാരീരിക മാനസികമായ കടമകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ആവശ്യത്തിന് സ്നേഹവും പരിചരണവും കൊടുക്കുന്നുണ്ടോ? വആശിറുഹുന്ന ബിൽ മഅറൂഫ്, മര്യാദയോടെ അവരോട് പെരുമാറണം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ വീട്ടിലെ ഉത്തമരായി പെരുമാറുന്നവരാണ് നല്ല മനുഷ്യന്മാര്. അങ്ങാടിയിൽ നന്നായാ പോരാ, കച്ചവടത്തിൽ നന്നായാ പോരാ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കണം. പ്രിയപ്പെട്ട ഭാര്യമാരെ, സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഭർത്താവ് നമ്മുടെ സ്വർഗമാണ്, നമ്മുടെ നരകമാണ്. ഭർത്താവിനെ അനുസരിക്കുക വലിയ കടമയാണ്. സ്നേഹവും സൗഹാർദ്ദവും പരിഗണനയും എല്ലാം കൊടുത്ത് ഒരു മനുഷ്യനെ അല്ലാഹ് നമുക്ക് ഹലാലാക്കി തന്നിരിക്കുകയാണ്. ശരീരവും മനസ്സും പങ്കുവെക്കാൻ ആ മനുഷ്യനെ പരിഗണിക്കണം, അയാളുടെ ജോലി പരിഗണിക്കണം, അയാളുടെ പ്രയാസങ്ങളെ പരിഗണിക്കാൻ സാധിക്കണം. അദ്ദേഹം നിന്റെ സ്വർഗമാണ്, അദ്ദേഹം നിന്റെ നരകമാണ്. നമുക്കൊന്ന് നല്ല പോലെ സ്നേഹിച്ച് പരിചരിച്ചാൽ, നാം മരിക്കുമ്പോ ഭർത്താവ് നമ്മളെ തൃപ്തിപ്പെട്ടുകൊണ്ട് മരിച്ചാൽ സ്വർഗം നേടാനുള്ള വല്ലാത്തൊരു ചാൻസ് ആണ്. അത് നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വഴക്കുകളും പോരായ്മകളും ഒക്കെ മനുഷ്യ സഹജമാണ്. എല്ലാം തീർത്ത് ക്ഷമയോടെ, വിട്ടുവീഴ്ചയോടെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അയൽവാസികളോട് മാന്യമായി പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. കച്ചവടത്തിലും സമ്പത്തിലും ഹലാല് മാത്രം വരാൻ സൂക്ഷിക്കുക. ഹറാമായ പലിശ ഇടപാടുകൾ വരാതിരിക്കുക. കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാക്കിയിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത, നമുക്ക് ഉപയോഗിക്കാനും കഴിക്കാനും കുടിക്കാനും പാടില്ലാത്ത ഒരു സാധനവും നമുക്ക് വിൽക്കാൻ പാടില്ല എന്ന ബോധം ഉണ്ടാവണം. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗമാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. ഇവിടെ നിന്നൊക്കെ ഏത് സമയവും നമ്മൾ വിട പറയാം. ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കണ്ടോളണമെന്നില്ല. ഏത് സ്ഥലത്ത് എപ്പ വെച്ചാ മരിക്കാം. എവിടെ വെച്ചാ മരിക്കാം ഒരാൾക്കറിയില്ല. വിനോദയാത്ര പോയ സംഘം ഒരുമിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ച നാടാണ് കേരള നാട്. ഒരൊറ്റ പ്രളയം കൊണ്ട് എത്രയോ മനുഷ്യരുടെ ജീവനുകൾ ഒലിച്ചിറങ്ങി നിലമ്പൂര് വരെ. വയനാട്ടിൽ നിന്ന് നിലമ്പൂരും എടവണ്ണയും ചുങ്കത്തറയിലേക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളായി വന്ന വേദനിക്കുന്ന രംഗങ്ങൾ ഈ നമ്മുടെ കേരളത്തിലാണ് ഉണ്ടായത്. 1ഉം 2ഉം പ്രളയങ്ങൾ നമ്മുടെ നാട്ടിലാണ്. കോവിഡ് ബാധിച്ച് എത്രയോ പേർ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളും ഒരു നാൾ മരിക്കും. കലണ്ടറിന്റെ ഏതോ ഒരു തീയതി എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ തീയതിയാണെന്ന് മറക്കണ്ട. അൽഹാകുമുത് തകാസുർ ഹത്താ ഈ പൊങ്ങച്ചും ഈ കിബറും ഈ വാശി ഈ വൈരാഗ്യമൊക്കെ ആ ഖബറങ്ങ് സന്ദർശിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ ട്ടോ. മനുഷ്യ 6 അടി മണ്ണിൽ കൊല്ലങ്ങളോളം കിടന്ന് അവസാനം മനുഫിഖ ഫിസ്സൂർ ഫൈദാഹും മിനൽ ലജദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതും, പരലോകത്തേക്ക് വരും. സ്വർഗ്ഗനരകം തീരുമാനിക്കുന്ന ഒരു ലോകമുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്ന വാക്കല്ല, കെട്ടുകഥകളല്ല. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആരാണോ സ്വർഗ്ഗത്തിലെത്തുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവരാണ് വിജയി, അവിടെയാണ് സന്തോഷം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ എപ്പോഴാണ് സമ്പൂർണമായ നിർഭയത്വം കിട്ടുക? നമ്മൾ വീടുണ്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തോന്നും ഇത് വേണ്ടിയിരുന്നില്ല, ഇതൊന്നും കൂടി ഇങ്ങനെ ആക്കായിരുന്നു. ഒരു കാർ മേടിച്ചു, 4-5 കൊല്ലം ഓടിയപ്പോൾ നമുക്ക് തോന്നും ഓർന്ന് മാറ്റിയ തിരക്കടില്ല. ഇവിടെ ദുനിയാവിൽ എന്ത് തികഞ്ഞു കിട്ടിയാലും മതിയാവൂല. ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി ചോദിച്ചു, എപ്പോഴാണ് ഒരാൾക്ക് ഫുള്ളായിട്ടൊരു സന്തോഷം കിട്ടുക? അദ്ദേഹം പറഞ്ഞു, നിന്റെ കാല് എന്നാണോ സ്വർഗത്തിലേക്ക് എടുത്തു വെക്കുന്നത്, അന്നാണ് നിനക്ക് സമ്പൂർണമായ നിർഭയത്വവും സമാധാനം.
അവിടെ എന്താ? അവിടെ ഒരു അനാവശ്യങ്ങളും ഇല്ലാത്ത, വേദനിക്കുന്ന ഒന്നില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, പ്രസവമില്ലാത്ത, അനാവശ്യങ്ങൾ കേൾക്കേണ്ടതില്ലാത്ത, ലാ തസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ, ഒരു അനാവശ്യ ശബ്ദം പോലും കേൾക്കാനില്ലാത്ത സ്വർഗ്ഗത്തിന്റെ സുന്ദരമായ ഒരു ലോകത്തെ കൊതിച്ച് മോഹിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള ആയുസ് അല്ലാഹുവിന് നൽകാൻ, നമ്മുടെ സമയവും സമ്പത്തും ചിട്ടപ്പെടുത്താൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദഅവാരംഗത്തൊരു നോട്ടീസ് കൊടുക്കാൻ, ഒരു ഓഡിയോ കിട്ടും അതൊന്ന് ഷെയർ ചെയ്യാൻ, നേർവഴിയും വഴിവിളക്കും അടക്കമുള്ള നമ്മുടെ ചാനലിലെ വ്യത്യസ്തങ്ങളായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ, വരാനിരിക്കുന്ന ഡയലോഗ് ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ ലോകത്തെ ഏറെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ പല നിലക്കുമുള്ള വിമർശനങ്ങളും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ഹിഡൻ അജണ്ടകളും ശക്തികളും നടക്കുമ്പോൾ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കുമായി മറുപടി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഡയലോഗിന്റെ അടുത്ത എപ്പിസോഡ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നടക്കുമ്പോൾ നമ്മുടെ കയ്യൊപ്പുണ്ടാവണം, നമ്മുടെ സഹായവും സഹകരണങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് നാളെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ ഒരു ചെറുതെങ്കിലും ഒരണുമണി തൂക്കുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടുന്ന വിശ്വസിക്കുന്നവരാ. ഒരണുമണി തൂക്കം തിന്മയുണ്ടെങ്കിൽ അനുഭവിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമില ഞാനും നിങ്ങളും ഉള്ളത് എന്ന തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന സ്വർഗത്തിന് വേണ്ടി എല്ലാ നിലക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ശ്രമത്തിന് വേണ്ടി അധ്വാനിച്ച, ഇതിനു വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട എല്ലാവർക്കും അതിന്റെ അർഹമായ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി സമ്പത്ത് കൊടുത്തവർക്കെല്ലാം അതിന്റെ ബറക്കത്ത് അല്ലാഹു ജീവിതത്തിലുടനീളം നൽകുമാറാകട്ടെ. ഈ സ്ഥലവും ഈ സൗകര്യങ്ങളും എല്ലാം ഇതിനുവേണ്ടി നൽകിയ പ്രിയപ്പെട്ട കച്ചവടക്കാർ, അവരോട് അല്ലാഹുവിന്റെ ഏറ്റവും നല്ല ഖൈർ അവരുടെ ജീവിതത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സമയം ഒരു നാഫിയായ ഇൽമിന്റെ സമയമാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ മാറ്റി തരണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ, രാജ്യങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളുമായി ജീവിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്കെല്ലാം നീ ആശ്വാസം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം ഈമാനുള്ള മരണമാക്കണമേ. അപകടങ്ങളിൽ, ദുരന്തങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സുരക്ഷ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ. മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاكتبنا مع الشاهدين. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.